അഹദോന്റെ നാമം വാഴ്ത്തി ഹറമിലെ കിളികൾ പാടി ഇരുലോകരക്ഷകനേ ഈമാന്റെ വഴിയരുളേണേ ഈ മണ്ണിലെ മുൾപാതയിൽ തണലും പൊരുളും നീ. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖല്ലേ മക്കളെ? ഇന്നത്തെ സ്പെഷ്യൽ ഒന്നാണ് കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി മക്കൾ സ്പെഷ്യൽ ഉണ്ടാക്കി തരുമാന്ന് പറയൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഒന്നെങ്കിൽ ലേഹം വരകും, റിതു പറഞ്ഞ പോലെ ലേഹം വരകും, അത് വിൽക്കും, അത് പിന്നെ ഉണ്ടാക്കും, അത് വിൽക്കും. ഇതന്നെ നിങ്ങൾക്ക് പണിപ്പങ്ങൾ പുഡിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കി തരില്ല മാറിയുണ്ട് കേട്ടോ. അപ്പോൾ ഷെയ്മോളും റിതുവൊക്കെ എല്ലാ ദിവസമാണ്, ശനിയാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല ചട്ടിയും കുടിക്കൊക്കെ വാങ്ങിയിട്ടോ, അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനൊന്ന് എന്ത് സാധനം വാങ്ങിയാലും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണല്ലേ. കുറച്ചുണ്ട് ഇയാളെ പാത്രങ്ങൾ ഒഴിവാക്കാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നാണ് ഒഴിവാക്കാമെന്ന് കരുതിക്കാണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് മക്കളെ? രസമുണ്ടോ? ആ പാന് 500 റുപ്യ, ഈ ചെറിയ പാനുണ്ടല്ലോ അതിന് 180 കേട്ടോ. പിന്നെ ചീനച്ചട്ടിയും ചെറിയൊരു ഇതും അതിനൊക്കെ അലുമിനിയത്തിൻ്റെ ചെറിയ വില ആയിട്ടുള്ളൂ. എന്നാലും നമുക്കൊരു വൃത്തിയിലെ പാത്രങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സെറ്റപ്പാണല്ലോ. വീഡിയോസ് എടുക്കാൻ തന്നെ ചില നേരത്ത് മടിയാട്ടോ. പിന്നെ ഇനി ഇങ്ങനെ കാണിക്കുമ്പോഴേ നിങ്ങളിങ്ങനെ പറയും താത്ത ദാരിദ്ര്യം പറയൽ തുടങ്ങിയാറി. അപ്പോൾ എന്താണെന്നോ, ഒന്നാമോ ഒഴിവ് കിട്ടില്ല. നല്ല പാത്രങ്ങളൊക്കെ മഞ്ചേരി പോകുമ്പോൾ ഒന്ന് എടുക്കണം എന്നൊക്കെ കരുതും. മണ്ടി പോയി കാണ്ടിങ്ങോട്ട് വാങ്ങാൻ കഴിയൂല. അമ്മക്ക് വിലക്കൊത്ത് വാങ്ങണ്ടേ, അതിനിപ്പോൾ ഒരു ദിവസത്തെ മെനക്കട തന്നെയാണ്. പാത്രം എല്ലായിടത്തും ഉണ്ട് പാത്രക്കടയിൽ പറഞ്ഞിട്ട് കാര്യമല്ല. വില കുറവില്ലോടത്ത് നമ്മൾ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. നമ്മളൊക്കെ സാധാരണക്കാരല്ലേ. അപ്പോൾ ഇല്ലോണ്ട് ഓണം പറഞ്ഞ മാതിരി ഒപ്പിച്ചു കൂട്ടിക്കാണ്ടാണ് എല്ലാം കാട്ടിക്കൂട്ടൽ. നിങ്ങൾക്ക് അറിയില്ലേ ഏകദേശമൊക്കെ ഇങ്ങനെയൊക്കെ റെഡി ആയിട്ടാണ് പോകുന്നുണ്ട്. നിങ്ങളെയൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം ലേഹം ഉണ്ടാക്കുന്ന ദിവസമാണ്. ശനിയാഴ്ച നിങ്ങൾക്ക് അറിയാലേ ലേഹം ഉണ്ടാക്കും. ഞായറാഴ്ച ഒക്കെ പാക്കിങ് കാര്യങ്ങൾ തിങ്കളാഴ്ച വിടും. തിങ്കളാഴ്ച ഞാൻ പോസ്റ്റാണ് വിടുക കേട്ടോ. ചൊവ്വാഴ്ചയാണ് കൊറിയർ വിടുക. അപ്പം ഇനി ഇത്രയും നേരം വെക്കണല്ലേ പോസ്റ്റ്, പോലെയാണ് നേരത്തെ കിട്ടിക്കോട്ടെ എഴുതിയിട്ടാണ്. അപ്പം നല്ല അടിപൊളി അരിയാണ് കേട്ടോ. അരി ഏതാന്ന് വെച്ചാൽ വസുമതി അല്ലല്ലോ, ഏത് മതിയാണ് റബ്ബേ അത്. അതിൻ്റെ പേരാണ് സെല്ലാ റൈസ് കേട്ടോ. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അവിടെ ഒരു ഇത്താത്ത കണ്ടിരുന്നു കേട്ടോ. എന്നെ എപ്പോഴും എല്ലാവരും കാണും കേട്ടോ. ഞാനവിടെ സൂപ്പർ മാർക്കറ്റിൽ നമ്മളെ ലേഹത്തിനുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പോലുണ്ട് കേട്ടോ. അപ്പോൾ ഓഫർ ഉണ്ടാവും നമ്മളെ മഞ്ചേരി ബഡ്ജറ്റിൽ പുതിയതിൽ. അപ്പോൾ അവിടെ പോകുമ്പോൾ എപ്പോഴും അരയിലും കാണും. അപ്പോൾ ഒരു ഇത്താത്ത എടുക്കണുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ലേസം പച്ചക്കറികളൊക്കെ നുറുക്കി എടുത്തിട്ടുണ്ട്. കുറേ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇവർക്ക് അതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ എന്താ ഉണ്ടാക്കണമെന്ന് ആയിരിക്കൂലേ. സെല്ലാ റൈസ് എന്താ 90% വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 100% ഇല്ലല്ലോ ഇയാളെ, എന്നാൽ 90 അപ്പം എന്നാൽ പിന്നെ ഉഷാറാവുമല്ലോ അല്ലേ. അപ്പം ഞാനിതൊക്കെ വീഡിയോസിൽ കണ്ടു കേട്ടോ. ഓരോ വ്ളോഗ് കണ്ടാണ് ചെയ്യണത്. 2-3 ഒരു വ്ളോഗ് ഞാൻ സ്ഥിരം കാണാൻ കേട്ടോ. ഫുഡിങ്ങിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചാനലുകളാണ് കേട്ടോ. അതൊക്കെ ഒരു ആയിഷ കിച്ചണ്, അതേപോലെ സലോസ് കിച്ചണ്, ഇവരതൊക്കെ നോക്കിയാണ്ട് കേട്ടോ. നീ ആ കിച്ചണൊക്കെ ഉണ്ടല്ലോ, അവരതൊക്കെ നോക്കിക്കാണ്ട് ചെയ്യും കേട്ടോ. ഒരുപാട് ആളുകൾ ചെയ്യണുണ്ട്. അവരെ 3 ഞാൻ വീഡിയോസ് ഇടുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് യൂട്യൂബൊക്കെ എല്ലാം മുന്നേ ഞാൻ ഓലൊക്കെ ഫോളോ ചെയ്യലുണ്ട് കേട്ടോ. കാരണം ഞാൻ എന്തുണ്ടാക്കുകയാണെങ്കിലും അതൊക്കെ നോക്കിയാൽ അതേപോലെ ഒന്നും ആവില്ലെങ്കിലും കുട്ടികൾക്ക് നമുക്ക് അറിയാമല്ലോ, പല രീതിക്കും ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ നോക്കിക്കാണ്ടൊക്കെ ഒന്ന് ചെയ്യണതാണ് ഒരു വെറൈറ്റിക്ക് കേട്ടോ. ഉള്ളതുകൊണ്ട് വേണം ഇല്ലത് ഒപ്പിച്ചുകാണ്ട്. അപ്പോൾ കുറേ പച്ചക്കറി എടുത്തിട്ടില്ല. കുട്ടികൾക്ക് അങ്ങനെ വല്ല ഇഷ്ടമല്ല, നിങ്ങൾക്ക് അറിയില്ലേ. അതാ ഉണ്ടമുളകാണ് കേട്ടോ, ക്യാപ്സിക്കോ. അതൊക്കെ ഞാൻ അന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ 2 വാങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഷെയ്മോൾ പറഞ്ഞു 2 ഒന്നും ഇടണ്ടമ്മ, 1 ഇട്ടാൽ മതി. ഫ്രൈഡ് റൈസിലൊക്കെ കുറേ ഇട്ടാൽ ഇങ്ങനെ തിന്നാൻ ഗതിയുടെ ആക്കാരം പറഞ്ഞു. ലേസം മല്ലിച്ചപ്പും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ പച്ചപ്പട്ടാണി ചെറുതായിട്ട് വേവിച്ചിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ കഷ്ണവും ഉണ്ട് അതിൽ. അതേപോലെ നമ്മളെ ഈ ഉണ്ടമുളകും ഉണ്ട് കേട്ടോ. അത്രയും സാധനങ്ങളുള്ളൂ കേട്ടോ. കൂടുതലായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ആ കോളിഫ്ലവർ ഉണ്ടല്ലോ, അതിൻ്റെ പൂവിൻ്റെ ചെറിയ കണ്ടുണ്ട് കേട്ടോ. കുറേ ഒന്നുമില്ല. എന്താണെന്നോ അതിൽ മുട്ടിയും ഇറച്ചിയൊക്കെ ഇടണല്ലേ. അപ്പോൾ പിന്നെ കുറേ വേണ്ട. വല്ലുള്ളി ഇടും നല്ലോണം പറയണേക്കാം. അപ്പോൾ റിതു ഷെയ്മോൾ അറിയുന്നുണ്ട് വല്ലുള്ളി നല്ലോണം ഇടണ്ടമ്മ, അവൾക്ക് അങ്ങനെ വല്ല ഇഷ്ടമല്ല വല്ലുള്ളി ഇടണം കേട്ടോ. ഇതൊന്നും ഇഷ്ടമല്ല നമ്മളെ മക്കൾക്കൊന്നുമില്ലേ, പച്ചക്കറി ഒന്നും ഇഷ്ടമല്ലല്ലോ. ചോറ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബലൊക്കെ പരിപാടി എന്താണെന്നോ, അതിൻ്റെ പച്ചക്കറിയൊക്കെ ഉണ്ടാവുമല്ലോ ചാറ് പറഞ്ഞാൽ, അതൊക്കെ വെണ്ടയ്ക്കും മുരിങ്ങയ്ക്കും തക്കാളിയും ഒക്കെ പുറത്തേക്കിടും. ഞാൻ പണ്ടേ എൻ്റെ വ്ളോഗ് കാണുന്ന നിങ്ങൾക്കൊക്കെ അറിയാം എൻ്റെ സ്വഭാവം എന്താണെന്ന്. അതൊക്കെ അരച്ച് കലക്കിക്കാണ്ടാണ് ഞാൻ അതിക്ക് പോരുക. എന്നാൽ പിന്നെ അതുപോലെ വള്ളിയിലായിക്കോളും. കടല ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഞാൻ നന്നായിട്ട് അരച്ചിക്കാണ്ടൊക്കെ ഉണ്ടാക്കും. എന്നാൽ അതൊരു നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കടലയൊക്കെ മണിക്കടലയൊക്കെ രാവിലെ പുട്ടുക്ക് വേവിച്ച് ഉണ്ടാക്കുമ്പോൾ നമ്മൾ
ഒന്നുകൂടെ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും. ചാറ് നല്ല കുറുമിയിൽ നിൽക്കും. അതിക്ക് തേങ്ങ അരക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇത് ചതവാണ് കേട്ടോ. ലേസം ഒരു അയക്കില്ല ചിക്കന് പൊരിച്ച് കണ്ട് അയക്ക് ഇടാന്ന് കരുതിയിട്ട് സുറുക്കിയാണ് കേട്ടോ, പച്ചവെള്ളമൊന്നുമല്ല. അപ്പം അതൊന്ന് അമ്മക്ക് ഉണ്ടാക്കണതാണ് കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, നമ്മളെ വീട്ടിലേക്ക് നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാക്കണമല്ലേ. അപ്പം ആ രീതിക്കാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. ഒത്തിരി മോരുണ്ട്, കട്ടിമോര്, അതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ട് കണ്ടാണ് ചതച്ചെടുത്തുക്കണത് കേട്ടോ. അതേപോലെ എന്താ പറയുക, മാഗി ട്യൂബ്, നമ്മളിപ്പോൾ കളിയാക്കൽ തുടങ്ങും, അതിൻ്റെ പേര് അതല്ലാത്ത അറിഞ്ഞുണ്ട്. അപ്പം അതും ഇട്ടിട്ടുണ്ട് കേട്ടോ. മാഗി ട്യൂബ് ഇട്ട് കണ്ടാൽ നന്നായിട്ട് അങ്ങോട്ട് ഞരടിയിട്ടുണ്ട്. കുരുമുളകും പൊടി ഇട്ടിക്കണത്, മുളകും പൊടി വല്ലാതെ ഇട്ടിട്ടില്ല ഞാൻ കേട്ടോ. പിന്നെ നമ്മൾ നല്ലീര ഉണ്ടാവുമല്ലോ, നമ്മൾ വെള്ളം കലക്കണ ജീരകം, മുട്ടായിൻ്റെ ജീരകം, ഇവിടെ നല്ലീര എന്നൊക്കെ പറയും, ചിലയിടത്ത് ചെറിയ ജീരകം എന്നൊക്കെ പറയും കേട്ടോ. അത് ഞാൻ ആ ഒരു വെളുത്തുള്ളി ചായച്ചപ്പളേ അതിലിട്ടിരുന്നു. നല്ല ഫ്ലേവർ ഇട്ടു കേട്ടോ, നല്ല രസമായിരിക്കും. ഇതന്നെ നല്ല രസം ഉണ്ടാവും. 2 മാഗി ട്യൂബൊക്കെ ഇടുമ്പോഴല്ലേ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മുട്ടയും അതേപോലെ ഒരു തുള്ളി കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതും ഉപയോഗിച്ചുകൊണ്ട് എന്നിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇതാക്കിക്കോളി. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കലുണ്ട്. അപ്പം അതൊന്നും കാണിച്ചു തരാം. എപ്പോഴൊന്നും ക്യാമറ വെക്കാൻ കഴിച്ചില്ലല്ലോ, ഇത് കുപ്പായിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞേ എണ്ണക്കുപ്പി എടുത്തോണ്ടാടാ പറഞ്ഞു ഞാൻ. ആ എണ്ണക്കുപ്പി എണ്ണയിലാണ് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക കേട്ടോ. പലരും പല രീതിയിൽ ഉണ്ടാക്കലുണ്ട്. അതാ ഞാൻ പറഞ്ഞ നിങ്ങളോട്. ചിലവർ ഓയിലുണ്ടാക്കും, ചിലവർ നെയ്യിലുണ്ടാക്കും, ചിലവർ സൺഫ്ലവർ ഓയിലുണ്ടാക്കും. ഞാൻ എന്താ അവരാ കിച്ചണിലൊക്കെ കാണൽ കൂടുതലായിട്ട് നല്ലെണ്ണ അല്ലേ, നല്ലെണ്ണ ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ തിന്നപ്പോൾ. ഞാൻ ഇതിൻ്റെ മുന്നേ കുറേ മുന്നുണ്ടാക്കിയിരുന്നു. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, നമ്മളെ പണ്ട് വാടകയ്ക്ക് നിന്നെന്ന് അന്നൊന്നും വെച്ചാൽ വീഡിയോസൊന്നുമില്ല, അന്ന് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇത് കണ്ടോ, നല്ല കാണാനൊക്കെ നല്ല മുഞ്ചുണ്ടല്ലേ, എന്നാൽ തിന്നാനും നല്ല രസമുണ്ട്. കുട്ടികളെ പച്ചക്കറി തീറ്റാനും നല്ലൊരു മാർഗ്ഗം തന്നെ കേട്ടോ. ഇതിങ്ങനെ തിന്നിരുന്നു കേട്ടോ. ഒന്നിങ്ങോട്ട് ആ എണ്ണ ഉണ്ടല്ലോ, നല്ലെണ്ണ, അതിലിങ്ങോട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. പലർക്കും പല ഇഷ്ടമാണ്, പല രീതിയിലുണ്ടാക്കും. ഓയിലോ ഇനി എണ്ണ പറ്റാത്തോലും അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ടേസ്റ്റ് കൂടി എണ്ണ ഉപയോഗിച്ചപ്പോൾ കേട്ടോ. ആ സാലൂസ് കിച്ചണിലൊക്കെ ആ ഇത്താത്ത ഉണ്ടല്ലോ, അവരൊക്കെ ഈ എണ്ണ ഉപയോഗിച്ച് കണ്ടാണ് ഉണ്ടാക്കണം കേട്ടോ. അത് ഞാനിങ്ങനെ കരുതിയിരുന്നു ആദ്യം, എണ്ണ ഉപയോഗിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ കരുതിയിരുന്നു കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മക്കൾക്ക് നല്ല ഇഷ്ടമായി. എന്തോ നിങ്ങൾക്ക് അറിയണമല്ലേ, നമ്മളെപ്പോഴേലൊക്കെ ഉണ്ടാക്കണമല്ലേ. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കും കേട്ടോ. എപ്പോഴും എനിക്ക് ക്യാമറ വെക്കാൻ കഴിച്ചില്ല. ഒന്നാമത് തിരക്കായിരിക്കും, പിന്നെ എന്താണെന്നോ ക്യാമറ വെച്ചാൽ അപ്പം കൂള് വരൽ തുടങ്ങും, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ്. ഞാനത് ഇതാക്കി വെച്ചാലും പ്ലൈവുഡോ ആ പ്ലെയിൻ്റെ ചിത്രമെല്ലാം ആക്കി വെച്ചാലും വാട്സപ്പ് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഇവിടെ വൈഫൈ ഒക്കെ എല്ലാം ഉണ്ട്, അത് ഓഫാക്കിയാലും പിന്നെയും വരും കേട്ടോ. പിന്നെന്താ ഇതാക്കണം. അപ്പോൾ പിന്നെ ഞാൻ അതിനോട് നിൽക്കലില്ല. ആ ഒരു കാപ്സിക്കോൻ്റെ ഒരു കഷ്ണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇനി റീതുവിനോട് പറഞ്ഞു അതഞ്ഞി അവിടെ വെച്ചാൽ അതങ്ങനെ കിടന്ന് കൊത്തളം കാർത്ത് ഒഴിവാക്കും നമ്മളില്ലേ. അപ്പോൾ പിന്നെ ഞാൻ അതും കൂടി അങ്ങോട്ട് കെകിയെന്നാക്കിയാണ് മുറിച്ചിട്ടു കേട്ടോ. നല്ലോണം ഒന്ന് വേവിച്ചണ്ട കേട്ടോ. ആ ഒരു സാധനം ഉണ്ടായല്ലോ നമ്മളെ പച്ചപ്പട്ടാണി, അതൊക്കെ ഞാനൊന്നും കൂടി വേവിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഒന്നും കൂടി വയറ്റിയെടുത്താൽ മതി. കുറേ വേവിച്ച് കാണ്ട് വാടിയാൽ ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. ക്യാപ്സിക്കൊക്കെ നല്ലോണം വാടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയണതാണ്, അത് ടേസ്റ്റ് കിട്ടൂല. അപ്പം നടുവിലൊരു കുണ്ടനാടായി ഇട്ട് കാണ്ട് അതിൽ തുള്ളി എണ്ണ ഉണ്ടല്ലോ, നല്ലെണ്ണ, അതിക്കൊരു 2 മുട്ടയാണ് ഞാൻ കുത്തി പറഞ്ഞു കേട്ടോ. 3 മുട്ടയൊക്കെ ഒഴിച്ചണം. നമ്മളിവിടെ 1.5 കിലോനൊക്കെ 2 കിലോനൊക്കെ ഉണ്ടാക്കണല്ലേ. പക്ഷേ കുറേ ഉണ്ടായി കഴിഞ്ഞാൽ ഷെയ്മോൾ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ പറയൽ തുടങ്ങിയാണ് കുറച്ചിടിയിട്ടമ്മ കുറച്ചിടിയെന്ന്. ഋതുവിനാണെങ്കിൽ നല്ലോണം വേണം കേട്ടോ. ഓന് ഭയങ്കര അതിൻ്റെയൊക്കെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ലേസം കുരുമുളകും പൊടി ഇട്ട് ഒരു നുള്ളുപ്പ് കേട്ടോ. ഉപ്പ് നല്ലോണം ഒന്നും ഇടാൻ പാടില്ല, തുള്ളി ഇട്ടാൽ മതി. ഒന്നാമത് ആ ഒരു മുട്ടിക്കൽ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ചോറ് നമ്മൾ വേവിച്ചെടുക്കുമല്ലോ, അപ്പോൾ അതിൽ ലേസം നമ്മൾ ഉപ്പ് ഇടും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഇറച്ചി അതിൽ മിക്സ് ചെയ്യാല്ലേ, അപ്പോൾ പിന്നെ എല്ലാം കൂടിയും ഉപ്പാക്കണ്ട, പാകത്തിനില്ലതാവുമ്പോഴല്ലേ രസം. അപ്പോൾ നന്നായിട്ട് ആ മുട്ട ഒന്നും ഇങ്ങോട്ട് വേവിച്ചിട്ട് ഞാൻ നന്നായിട്ട് ചിക്കിപ്പോൾ എനിക്ക് എടുക്കാം നമുക്ക് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നെണ്ണം ഉണ്ടാക്കി വെക്കൊണ്ട്. ഞാൻ ഋതുവിനോട് പറഞ്ഞേ എടാ ഇത് ഷോർട്സ് ആക്കി ചെയ്താൽ ഇത് എളുപ്പമാണല്ലോ, ഇത് ഞാനിത് കഥയും കവിതയും പറയണത് മുഴുവൻ കേൾക്കാനും ആൾക്കാർക്ക് ഒഴിവുണ്ടാവില്ല അറിഞ്ഞാൽ.
പിന്നെ കരിവേപ്പിൻ്റെ ഇല അല്ലായിരുന്നു. അപ്പോൾ ഞാൻ കരിവേപ്പിൻ്റെ ഇല ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ ഇൻ്റേതായ ഒരു സ്റ്റൈലും കൂടി അതിൽ കൂട്ടിയിരിക്കണം കേട്ടോ. അമ്മക്ക് ഉണ്ടാവുമല്ലോ അടുക്കളയിൽ കയറിയാൽ എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ അത് കണ്ട് പഠിച്ചതാണെങ്കിലും അതിക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടണമെന്ന് ലേസം കൂടി എണ്ണ ഒഴിച്ചു കേട്ടോ ഞാൻ. കാരണം എണ്ണ കുറവാണ് തോന്നിച്ചിട്ടോ. നല്ലോണം ഇങ്ങോട്ട് വയറ്റിയെടുത്തോളി, നല്ലോണം വാടണ്ട കേട്ടോ, ക്യാപ്സിക്കൊന്നും വാടിക്കണ്ട. അപ്പോൾ ഞാൻ റിതുവിനോട് പറഞ്ഞേ ഷോർട്സ് ആക്കി ഇട്ടാലല്ലടാ ഓൽക്കൊക്കെ കാണുമ്പോൾ ഓൽക്കും ഇനിയിപ്പോൾ ഉണ്ടാക്കാനൊക്കെ ഒന്ന് തോന്നുള്ളൂ പറഞ്ഞ്. നല്ല മണമുണ്ട്, ഞാൻ മണത്തോക്കി. ഇന്നലെ മിഞ്ഞാന്നത്തെ വീഡിയോസിൽ ആരോ പറയുന്നുണ്ട് റിഷാദ് തിന്നണ സാധനം മണത്തോക്കരുത്. അത് നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ നമ്മളൊരു പതിവാണ് ഉമ്മമാരെയൊക്കെ അല്ലേ, മണത്തോക്കുക, അതേപോലെ ഒന്ന് തിന്ന് നോക്കുക, ഒരു നാമച്ച് നോക്കുക, അത് പുളി ഉണ്ടോ ഉപ്പുണ്ടോ നോക്കുക. അങ്ങനെ ചേലായിട്ടേക്കൂട്ടോ. അതാണ് മണത്തോക്കിയത്. ദേഷ്യം ഉണ്ടാവുക റിഷ ഞാൻ പറയണേന് എന്നൊക്കെ കമൻ്റ് ഉണ്ടേന്. എനിക്കൊരു ദേഷ്യമല്ല കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ പറഞ്ഞത് സോയാ സോസാണ് കേട്ടോ. ഇത് നമ്മളെ തക്കാളി സോസുമാണ് കേട്ടോ. തുള്ളി അതിൻ്റെ ടേസ്റ്റിനും സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ടാണ്. സോയാ സോസ് പിന്നെ നിങ്ങൾക്ക് അറിയില്ലേ, അതയക്ക് ഉപയോഗിക്കണതാണ് ഫ്രൈഡ് റൈസ്ക്ക്. ഒരു ചെറിയ കുപ്പി അന്ന് ഞാൻ വാങ്ങിയിരുന്നു, എല്ലാം നുള്ളിപ്പൊറുക്കി വാങ്ങിയിരുന്നു കേട്ടോ. കാക്കു അറിയിപ്പോൾ അന്യം കൊണ്ട് അതിൽ പോവാൻ തന്നെ പറ്റൂല, എല്ലേലും നുള്ളിപ്പൊറുക്കി വാങ്ങുന്നു. പണ്ടൊക്കെ നമ്മളില്ലേ, ഇപ്പം നമ്മൾക്ക് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ ഒരു പൂതിയല്ലേ. എനിക്ക് ഭയങ്കര പൂതി കേട്ടോ. പക്ഷേ ഒഴിവില്ല, കയ്യിനും കാലിനൊന്നും ഒഴിവില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇൻ്റേതായ ഇതൊക്കെ ഒന്ന് കൂട്ടിയിരിക്കണം. 2 ഏലക്കായൊക്കെ ഞാൻ ഇട്ടു കേട്ടോ. നമുക്കൊരു പെരയിൽ നിൽക്കണ അമ്മമാർക്കൊക്കെ ഒരു ചേച്ചിമാരായാലും നമുക്കൊരു സ്വഭാവം ഉണ്ടല്ലേ, അത് എന്നാലും ഒരു ഏലക്കായെങ്കിലും ഇടാൻ ഞാൻ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലേ. ചിങ്ങ തോന്നുക മണം ഉണ്ടാവില്ലേ, ചോയ ഉണ്ടാവില്ലേ ഒക്കെ തോന്നും കേട്ടോ. അരിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, കാണാനും തിന്നാനൊക്കെ. നീണ്ട അരി ഞാൻ പണ്ട് ഇതിൽ നമ്മൾ ചേപ്പൂര് പെരയിലായിരുന്നില്ലേ, ആ നീണ്ട അരി വാങ്ങിയിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് സെല്ലാ റൈസ് 2 തരം കളറുണ്ടല്ലോ. ഞാൻ വെള്ള തന്നെ വാങ്ങിയിട്ടോ. ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കാൻ വെള്ളയിലെ രസം, മറ്റേതൊരു കാപ്പി കളറുണ്ട്. അത് മന്തിയൊക്കെ ഉണ്ടാക്കാൻ രസമാണ് അല്ലേ. അപ്പോൾ ഒരു ദിവസം മന്തി ഉണ്ടാക്കണ വീഡിയോസും ഇട്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിക്ക് ഇറച്ചിയില്ലെങ്കിലും കുട്ടികൾ ഇച്ചേക്ക് തിന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കൊണ്ട് മക്കൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ, നമ്മളൊക്കെ സാധാരണക്കാർ, നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ കഴിച്ചോളൂ, പിന്നെ ഒഴിവും കിട്ടൂലല്ലോ. അപ്പോൾ ഇതിന് ഇത്ര വലിയ പെരുത്ത് പണിയൊന്നുമില്ല. ഞാൻ എൻ്റേതായ ഡെക്കറേഷനിലാണ് ഏലക്കായും മണ്ടിപ്പരിപ്പും ഇതൊക്കെ പോരണം കേട്ടോ. അതൊന്നും അതിൻ്റെ പാരൻ്റെ ആവശ്യമില്ല തോന്നുന്നു കേട്ടോ. ഇച്ച് ഒരു സമാധാനം ഉണ്ടാവില്ല, കാരണം മണം ചൂരും കിട്ടൂലേ ഒരു ബേജാറാണ് നമുക്ക്. ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കണ്ട് ചേലാവുമ്പോഴേ അത് കണ്ടിപ്പരിപ്പ് ഇടണ്ടേ മുന്തിരി ഇടണ്ടേ ഇങ്ങനെ ചോദിച്ചോറി. ഇത് ചെറിച്ച ഓനപ്പുറത്ത് നിന്ന് കണ്ട് പൊന്നാരമായി കണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇടണ്ട, എന്നാലും ഒരു തുള്ളി നെയ്ച്ചിലിടാ അണ്ടിപ്പരിപ്പ് മുന്തിരി പാര് നമ്മൾ പറഞ്ഞു. അങ്ങനെ പാർന്നതായിരുന്നു കേട്ടോ. ഇതാക്കണം നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുത്തോളി. നല്ല ഫ്ലെയിമിലിട്ട് കണ്ട് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. പിന്നെ കുറേ വേവൊന്നും വേണ്ട. നമ്മളെ തൂമിച്ചോറിൽ എണ്ണയാളെ പണ്ടുണ്ടാക്കിയ തൂമിച്ചോറ് നിങ്ങൾക്ക് ഓർമ്മയല്ലേ, ആ തൂമിച്ചോറ് ഉണ്ടാക്കണ മാതിരി തന്നെ അത് അതിലിട്ട് കണ്ട് നന്നായിട്ട് ഒന്നിങ്ങോട്ട് ഇതാക്കിയാൽ മതി കേട്ടോ. ഇറച്ചി ഞാൻ അതിൻ്റെ മുകൾക്കാണ് പറഞ്ഞു കേട്ടോ. ഇറച്ചി അതിലൊക്കെ റെസിപ്പി പല റെസിപ്പി ഉണ്ട് കേട്ടോ. പിന്നെ മല്ലിച്ചപ്പാണ് ആ മുകളിൽ ഇട്ടിക്കണത് കേട്ടോ. ആ ഒരു ഫസ്റ്റ് നമ്മൾ ആ മസാല ഇങ്ങനെ ഉണ്ടാക്കിയില്ലേ, അതിക്ക് ഇഞ്ചിയും പച്ചമുളകൊന്നും ഇടണ്ട കേട്ടോ. ചിലവർ വെളുത്തുള്ളിൻ്റെ കഷ്ണമൊക്കെ ഇടണതാണ്. ഞാനതൊന്നും ഇട്ടിട്ടില്ല. എല്ലാം കൂടി ഇട്ടായാൽ പറഞ്ഞ പോലെ ചക്ക കൂട്ടാൻ എനിക്ക് മീൻചാറ് അറിഞ്ഞ മാതിരി ആരാ. അപ്പോൾ പിന്നെ ഞാൻ അതൊന്നും കാട്ടിയിട്ടില്ല കേട്ടോ. ചിലവർ അത് ചില വ്ളോഗിലൊക്കെ കാണുന്നുണ്ട്, ആ മസാല കൂട്ടിയിട്ട് അരച്ചിട്ടിട്ട് ഒന്നും കൂടി അതിൻ്റെ ഒപ്പം മിക്സ് ചെയ്തിട്ട് ചോറ് ഇടുന്നത്, എന്നിട്ടൊരു ദം ഇടണ മാതിരി, എന്നിട്ട് അവസാനം അളക്കുക കേട്ടോ. ഞാൻ എന്താ കാട്ടിക്കണതെന്നോ, ഇതൊക്കെ കോഴിയൊക്കെ പൊരിഞ്ഞ് കിട്ടണ്ടേ മക്കളെ, 2 കൈജല്ലേ ഉള്ളൂ. പിന്നെ 4 അടിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ക്യാമറ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണോണ്ട് തന്നെ ഓലൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിയണില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാം അടിയിലും മേലൊന്നും ഇട്ടിട്ടില്ല, ചിലപ്പോൾ ഷെഡിയും കുപ്പായൊന്നും ഇട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ എൻ്റേതായ രീതിയിൽ അങ്ങോട്ട് എടുക്കലാണ് കേട്ടോ. ഓലൊന്നും വിളിച്ചാൽ ചിലപ്പോൾ കിട്ടൂല. ഇന്നിപ്പോൾ ലേണ്ടാക്കുന്ന ദിവസമായതുകൊണ്ട് വൈകുന്നേരമാണ് കേട്ടോ. റിതും കാക്കും അപ്പുറത്ത് നല്ല പണിയിലാണ് കേട്ടോ. അവിടെയൊക്കെ ചെമ്പും ചിരക്കും മൂർണ പണിയും. പിന്നെ അതേപോലെ ഗ്യാസ് കഴിഞ്ഞേക്കണം. പെരും വില എണ്ണിയാളെ ഗ്യാസൊക്കെ 3000-നും 4000-നൊക്കെ ഞാൻ വാങ്ങണത്. ഭയങ്കര നഷ്ടമായി തോന്നും ചില നേരത്തിൽ കച്ചവടം കേട്ടോ. കാരണം ഈ ഗ്യാസൊക്കെ ഇങ്ങനെ വാങ്ങുമ്പോഴേ 3000-നും 4000-നൊക്കെ വാങ്ങുമ്പോഴേ പിന്നെ 4 വറകും. എൻ്റെ പണ്ടേ വലിയ ആഗ്രഹമായിരുന്നു കുറച്ച് വറകും നല്ലൊരു അടുപ്പൊക്കെ. പക്ഷേ ഇവിടെ നമുക്ക് അതിനൊരു സൗകര്യം കിട്ടിയില്ല അല്ലേ. ഒന്നാമത് ആ ബാത്റൂമിൻ്റെ ഭാഗത്തായി. അപ്പോൾ കുട്ടികളിങ്ങനെ പറയൽ തുടങ്ങും അവിടെ ഭക്ഷണം ഉണ്ടാക്കണ്ടാറ്. പിന്നെ പുറത്ത് അടുപ്പ് കൂട്ടാലും ഒരു വൈജുമില്ല. പിന്നെ ഒരു 4
കല്ല് വെച്ച് കണ്ട് ചെമ്പ് വെക്കാനൊക്കെ നോക്കും ഞാൻ. പക്ഷെ അവിടെ ഒന്നും ഒരു സ്പേസ് ഇല്ല കേട്ടോ. കുറച്ച് സ്പേസ് വേണം, എന്നാലേ നമുക്ക് ലേഹം ഉണ്ടാക്കാനൊക്കെ കഴിച്ചുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വലിയൊരു റൂമൊക്കെ ഉണ്ടാക്കി അതിനായിട്ടൊരു സെറ്റപ്പൊക്കെ ആക്കി കേട്ടോ. പിന്നെ ആ കുഞ്ഞിച്ചട്ടിയിൽ എത്താന്നായിരിക്കൂലേ. ആ കുഞ്ഞിച്ചട്ടിക്ക് എത്ര ആയിന്നോ? 165 ഉറുപ്പ്യ കേട്ടോ. ബഡ്ജറ്റിൽ നിന്ന് വാങ്ങി തന്നെയാണ് അതും കേട്ടോ. അതവിടെ കൊട്ടിയിൽ ഇങ്ങനെ കണ്ടപ്പോഴേ അങ്ങനെ വാങ്ങിയ കേട്ടോ. നമ്മൾ പെണ്ണുങ്ങൾ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ലേ, കാക്കു ബില്ലടിച്ചാൻ പോണ നേരത്തെ ഞാൻ എന്തെങ്കിലുമൊക്കെ നുള്ളി പൊറുക്കും. കാക്കു വേഗം ബില്ലടിച്ചാൽ തുടങ്ങും കേട്ടോ. നമുക്ക് ഈ ചട്ടികളൊക്കെ കാണുമ്പോൾ ഭയങ്കര പൂതിയാലേ. എനിക്കൊക്കെ പ്രത്യേകിച്ച് കേട്ടോ. പണ്ടൊന്നും നമുക്ക് അങ്ങനെ വല്ലാതെ ഒന്നും കിട്ടാതെയൊക്കെ ആകുമ്പോൾ ഇപ്പം നമുക്ക് ഇങ്ങനത്തെ ഒക്കെ രസിച്ചൊക്കെ വാങ്ങാൻ തോന്നൂലേ. കയ്യും ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ അതാക്കണ ഒരു തുള്ളി നെയ്യ് വെച്ച് അണ്ടിപ്പരിപ്പ് കൂട്ടും കേട്ടോ. അതതിൻ്റെ മുകളിൽ ഇങ്ങോട്ട് ഇടാഞ്ഞാൽ നമുക്കിട്ട് ഉറക്ക് വരൂല പറഞ്ഞ മാതിരിയാണ്. പ്രത്യേകിച്ച് മലപ്പുറക്കാർക്ക് ഏലക്കായി, അതേപോലെ തേങ്ങാപ്പാൽ, അണ്ടിപ്പരിപ്പ് ഇതൊന്നും ഇല്ലാഞ്ഞ് നമുക്ക് ജീവിക്കാൻ കഴിയൂല പറഞ്ഞ മാതിരിയാണ് അല്ലേ. ഒന്നുകൂടെ ഡെക്കറേഷൻ ചെയ്യാഞ്ഞാൽ ഒരു സമാധാനമില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒന്നാണ് പറഞ്ഞു. എന്താണെന്നോ ഞാനിങ്ങനെ റിതു പറഞ്ഞാൽ അങ്ങനെ തന്നെ നല്ല സ്മെല്ലുണ്ട്, നല്ല മണമുണ്ട് ഇങ്ങനെ പറയായിരുന്നു. അപ്പം ഞാൻ റിതുവിനോട് പറഞ്ഞേ ഒരു തുള്ളി നെയ്യിൽ അണ്ടിപ്പരിപ്പ് വറുത്ത് കണ്ടിട്ട് പോരുക. അപ്പോൾ ഓൻ ചിരിച്ച് അപ്പുറത്ത് നിന്ന് കാണ്ട്, കാക്കു അപ്പുറത്ത് നിന്ന് കാണ്ട് പറയണ്ട. ഓല് രണ്ടാളും അപ്പുറത്തെ റൂമിലാട്ടോ, ആ ലേഹം ഉണ്ടാക്കണ റൂമിലെ അടുക്കള ഭാഗത്ത് അവിടെ നിന്ന് കാണ്ട് ഓല് ചെമ്പ് ചിരക്കൊക്കെ മൂറുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കാണ്ട് കാക്കുണ്ട് പറയണേ, അമ്മക്ക് ലേസം നെയ്ജായിക്ക് ഒഴിച്ചാൽ ഞാൻ സമാധാനം ഉണ്ടാവില്ല. അപ്പം ആ ഒരു പരിപാടിയൊക്കെ കാട്ടിക്കണം കേട്ടോ. ഇതാക്കണ സുന്ദരിയാളെ അടിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഓൽക്ക് കണ്ടിട്ട് അതിലാറ് സമാധാനക്കേട്. കുപ്പായൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, സുന്ദരിയാക്കി കണ്ട് കൊടുന്നിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുമ്പോൾ അവരിങ്ങനെ നോക്കി നിൽക്കും. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്ന ദിവസം. ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് എന്താ, നമുക്ക് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്താൽ മതി മക്കൾക്ക്. ഇവർ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ 200 റുപ്യക്കോ 300 റുപ്യക്കൊക്കെ ഈ റൈസ് ഉണ്ടാവുമല്ലോ, നമ്മളെ മന്തി റൈസ്, അതൊക്കെ കൊടുന്നു കൊടുക്കലുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴേ നമുക്കൊരു സന്തോഷമാണ്. ഇതെന്താണെന്നോ, ചീസാണ്. അത് നമ്മളെ ഷെയ്മോളെ പണിയാട്ടോ. അന്ന് ഞാൻ സാധനം വാങ്ങാനേ ലേഹത്തിനുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പോയപ്പോഴേ ഷെയ്മോള് വെൽത്താലെ പോന്നിക്കണം. ഓൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഓള് പറഞ്ഞു ഞാൻ പോരാം ആ സൂപ്പർ മാർക്കറ്റിക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം കുട്ടികളൊരാഗ്രഹമല്ലേ. അന്നത്തെ വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടുക്കൂലേ. അപ്പോൾ ഓള് എടുത്താണ് കേട്ടോ ആ ചീസ്. എന്തിനില്ലാന്ന് ഇച്ചൊരു പൊടിയാടില്ലായിരുന്നു കേട്ടോ. എന്നും മനസ്സിലായിട്ടില്ല. ഇനി എന്നിട്ട് എന്ത് കാട്ടണമെന്നോ, ഈ ബെന്നുണ്ടല്ലോ, ബെന്ന് കൊടുന്നുകാണ്ട് അതിൻ്റെ ബെന്ന് നല്ലോണം ചൂടാക്കി അതിൻ്റെ മുകളിലിട്ട് കാണ്ട് ഇറച്ചിക്കാണ്ട് ഉള്ളിയും വെച്ച് കാണ്ട് തിന്നൂട്ടോ. അതൊക്കെ റിതും ഷെയ്മോളും കാട്ടിക്കൂട്ടണാണ്. അപ്പോൾ ആ ചീസ് അതിൻ്റെ മുകളിലും ഇട്ടു. പിന്നെ അതേപോലെ നമ്മളെ ഇതുണ്ടല്ലോ, എന്താ പറയുക, മല്ലിച്ചപ്പ്, കുറച്ചും കൂടി മല്ലിച്ചപ്പ് ഡെക്കറേഷൻ ചെയ്യായിട്ടൊരു സമാധാനക്കേട്. പക്ഷേ ഇതൊക്കെ കാട്ടിയെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു. കുറച്ച് തക്കാളി സോസും കൂടി അതിൻ്റെ മുകളിൽ പറഞ്ഞു കേട്ടോ. ഇനി നല്ല ഫ്ലെയിമിൽ, മറ്റേതൊക്കെ ഫ്ലെയിം ഓഫാക്കിയിരുന്നു കേട്ടോ. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇപ്പോൾ ഒന്നുകൊണ്ട് ഫ്ലെയിം കൂട്ടിക്കാണ്ട് ഞാൻ ഒരു 5 മിനിറ്റ് കേട്ടോ. കുറേ നേരം ഒന്നും നിൽക്കരുത്. കുറേ നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളമൊന്നും ഇല്ലാത്തതല്ലേ. അപ്പോൾ കത്തിക്കരിഞ്ഞ് അടിയൊക്കെ കത്തിക്കരിയും. അപ്പോൾ ഒരു ചെറിയ അതിൻ്റെ ഉള്ളൊന്ന് യോജിക്കാനും വേണ്ടി കണ്ടാണ് ഒരു 2 മിനിറ്റ് കേട്ടോ. അപ്പോൾ ഗ്യാസൊക്കെ പുറത്തുനിന്ന് വാങ്ങി കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ ഇതാക്കണം, ചോറൊക്കെ ഇനി കൊടുക്കട്ടെ മക്കൾക്ക് കേട്ടോ. അതൊന്നും മെൽറ്റായിട്ടുണ്ട്. അവിടെ നോക്കിയാളെ എന്തോ ഒരു ചൊറുക്കില്ലേ. എൻ്റെ റിതു അത് കണ്ടപ്പോൾ അതിന് നല്ല മണം മാറിന് മണ്ടി വന്നിക്കണ്. ഓനെന്നെ പൊട്ടിച്ചിട്ട് മുത്തുമണിയാൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഒക്കെ കുളിച്ച് മാറ്റി ഒരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. സുന്ദരി അയക്കാണ്ട് എല്ലാവരും ഉണ്ട്. ക്യാമറ ഷെയ്മോള് പിടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇടയിൽ സ്റ്റിക്കുമ്മലും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെയൊക്കെ ഒരു ഫുഡ് ഉണ്ടാക്കിയാണ്ട് സന്തോഷത്തോടു കൂടി കഴിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്യും. പക്ഷേ അതൊന്നും വ്ളോഗ് എടുക്കാൻ കൂടുതലില്ല. അതൊക്കെ കീസ് പൊട്ടിച്ചുമ്പോഴത്തേനും ഒക്കെ തിന്നൽ തുടങ്ങും. അപ്പം പിന്നെ ഞാനതൊന്നും വ്ളോഗ് എടുക്കലില്ല കേട്ടോ. പിന്നെ ലേഹം വേണ്ടിയാലൊക്കെ ബുക്ക് ചെയ്തിട്ടോളി കേട്ടോ. നമ്മൾ ഇൻസ്റ്റയിൽ ഇട്ടിട്ട് പുതിയ കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ പഴയ കസ്റ്റമേഴ്സും വീഡിയോസ് കാണുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഓലൊക്കെ ആദ്യം തന്നെ ബുക്ക് ചെയ്തിട്ടോളി കേട്ടോ. അല്ലെങ്കിൽ ബാക്കിലായി പോവും. പിന്നെ കിട്ടും കേട്ടോ. നിങ്ങൾ ബേജാറാണ്ട. നമ്മൾ വ്ളോഗും കാര്യമൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒരു പേടിയായിരിക്കും പൈസ അടിച്ച് സ്ക്രീൻഷോട്ടൊക്കെ ഇടാൻ പറയുമ്പോഴേ. അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഫാമിലി വീഡിയോസ് ബേജാറാവൊന്നും വേണ്ട. അപ്പോൾ കിട്ടും. ഒന്ന് ലേസെടുത്ത് തൊള്ളിയിലിട്ടു കേട്ടോ. സമാധാനക്കേട്. ഫ്രൈഡ് റൈസ് കുറേ പണ്ട് ഞാൻ ഉണ്ടാക്കിയിരുന്നു. ഇത് ചെറിയ കുട്ടിയൊക്കെ ആയെന്ന്.
ഇപ്പോഴൊന്നും അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതിപ്പോൾ ഒന്നും ഇങ്ങനെ വീഡിയോ ചെക്ക് ചെയ്ത് കണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയ കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഓലൊക്കെ അയിത്ത പച്ചക്കറിയൊക്കെ തിന്നു കേട്ടോ. ഞാനും കരുതി അയിത്തൊക്കെ നുള്ളി പൊറുക്കി ആ കടയിലേക്ക് പുറത്തേക്ക് ഇടുമായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല കേട്ടോ. ഓലൊക്കെ തിന്നു. ഇറച്ചി അതിൽ തന്നെ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. ഒരു 5 സ്റ്റാർ ഹോട്ടൽ സ്മെല്ല്. ഞാൻ ആരെങ്കിലും ബാഡ് കമൻ്റ് ഒന്നും ഇടല്ലേ കേട്ടോ. അത് നമ്മളെ സന്തോഷമാണ്. നിങ്ങളും കൂടി പങ്ക് വെക്കുക എന്നുള്ളൂ കേട്ടോ. നമ്മളൊരു സന്തോഷം നിങ്ങളിലൂടെ നമ്മളൊന്ന് പങ്ക് വെക്കുക എന്നുള്ളൂ. പിന്നെന്താ, ആദ്യമായിട്ട് റിഷ മൊയ്തു ചാനൽ അന്തം വിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതെന്താ ഇപ്പോൾ ഈ പമ്പറന്നോള് കാട്ടിക്കൂട്ടണത് നോക്കിക്കുണ്ടാവും ചിലവിൽ ആദ്യമായിട്ട് കാണുന്നോല്. അപ്പോൾ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമ്മൾ ഡെയിലി വ്ളോഗും ഷോർട്സൊക്കെ ചെയ്യണതാണ്. സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ അപ്പുറത്തുണ്ടാവും, അതൊന്നാണ് ഞെക്കിയാൽ മതി. ഞാനിടുന്ന വീഡിയോസും ഷോർട്സൊക്കെ അപ്പം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ട് കേട്ടോ. പിന്നെന്താ, ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ലൈക്ക് ചെയ്യോണ്ട്, മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യോണ്ട് കേട്ടോ. പിന്നെ കൂടുതൽ ആളുകൾ ചോദിക്കലുണ്ട്, താത്തങ്ങളിപ്പോൾ ഉള്ളിലേഹം ഉണ്ടാക്കലില്ലേ, സോസാണ് കൊടുക്കണത് കേട്ടോ. അതിക്ക് സോസും സൂസും ചെരുപ്പൊക്കെ വേണം, അല്ലെങ്കിലൊന്നും തിന്നൂല മക്കളെ. അപ്പോൾ വെള്ള സോസ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അത് എണ്ണപ്പരിപാടിയല്ലേ, അങ്ങനത്തെ ഒക്കെ കാക്കും അറിയാം. അതൊക്കെ കുറച്ചാളാ അറിയട്ടോ. ഈ വൈറ്റ് സോസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓയിലൊക്കെ നല്ലോണം വേണമല്ലേ, അപ്പോൾ അത് വേണ്ട അറിയും, കുട്ടികൾക്ക് കൊടുക്കാണ്ട അറിയും. ഇത് തക്കാളി സോസാണ് കേട്ടോ. അതൊന്ന് ചെറിയ കുപ്പി കൊടുന്ന് കണ്ട് ഞാൻ തന്നെ തിന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. പള്ളർച്ച് ചോറുന്നട്ടെ കേട്ടോ. പിന്നെന്താ, മുത്തുമണിയാൾക്കൊക്കെ കൊടുത്തു. ഷെയ്മോളും ഇതൊക്കെ 4 ഭാഗം പോയി. ഉമ്മാക്കും കൊടുക്കട്ടെ കേട്ടോ. ഞാനൊന്ന് വേണം തുള്ളി വാരി തിന്നട്ടെ. ഉമ്മ തിന്നൂല, ഉമ്മാക്ക് തിന്നാൻ കഴിയൂല. രാവിലെ ചെറിയരി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നന്നായിട്ട് ജ്യൂസ് അടിച്ച് കണ്ടാണ് കൊടുക്കട്ടെ കേട്ടോ. വീഡിയോ നല്ല ലെങ്ത് ഉണ്ട്, സ്പീഡ് നല്ലോണം കൂടിയിട്ടുണ്ട്. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം.